ബിയോണ്ട് ദ ബാർ, ലോയേഴ്സ് ഡ്രീം ഓഫ് ബിക്കമിങ് ലോയേഴ്സ്, എസ്ക്വയേഴ്സ്. സോ ഈ ഒരു സീരീസിന്റെ 5ാമത്തെ 6ാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ആഴ്ച റിലീസായത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1ാമത്തെ 2ാമത്തെ എപ്പിസോഡും 3ാമത്തെ 4ാമത്തെ എപ്പിസോഡിന്റെയും വീഡിയോ നേരത്തെ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് അത് റീവിസിറ്റ് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് കാണാൻ തുടങ്ങുന്നവർക്ക് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് 5ാമത്തെ എപ്പിസോഡ് നടക്കുന്നത്. കാരണം ഇതിൽ പറയുന്നത് ഒരു പെയിന്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തർക്കമാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു വർക്ക് പ്ലേസ് ലീഗൽ ഡ്രാമ എന്ന് പറഞ്ഞ ജേണൽ ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ഉണ്ടാകുന്ന ചേഞ്ചസും അതെങ്ങനെയാണ് അവിടുത്തെ എംപ്ലോയീസിനെ ഇമ്പാക്ട് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയവർക്ക് അറിയാം. ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു അറ്റോർണിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഇന്റേൺസിന് ഉണ്ടാകുന്ന പ്രഷറും ആ ഒരു അറ്റോർണിയുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഈ ഒരു ഇന്റേൺസിന്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം തന്നെ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. ഇവിടെ ഈ ഒരു മാനേജ്മെന്റിന്റെ ഫോക്കസിൽ നിന്നും കൂടെ ഈ ഒരു സീരീസ് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ്. ഈ ഒരു 5ാമത്തെ എപ്പിസോഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയിന്റിങ്ങിനെ ബേസ് ചെയ്താണ്. ഈ ഒരു പെയിന്റിംഗ് ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഏതാണ് ഒറിജിനൽ, അതെങ്ങനെയാണ് ഈ ഒരു അറ്റോർണീസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. 6ാമത്തെ എപ്പിസോഡ് വരികയാണെങ്കിൽ കാര്യമായ സ്റ്റോറി ഇല്ലെങ്കിലും ഒരു പെൺകുട്ടിയുടെ ലവ് സ്റ്റോറിയാണ്. ആ ഒരു പെൺകുട്ടിയെ ചതിക്കുന്നു എന്ന് പറയുന്നത് സൂ ചെയ്യുന്നതാണ് ഈ ഒരു സീരീസിന്റെ സ്റ്റോറി. കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും മോശമായ ഒരു അനുഭവം അല്ലാതായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു എപ്പിസോഡിന്റെ പ്രത്യേകത. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.